ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചിക്കറിയുടെ രുചിയിൽ നാളികേരം വറുത്തരച്ചിട്ടുള്ള കടച്ചക്ക കറിയാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മൂത്തിട്ടുള്ള ആ മുള്ളൊക്കെ ഇങ്ങനെ പരന്നിട്ടുള്ള കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ നല്ല മൂത്ത കടച്ചക്ക നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അത് കഷ്ണങ്ങളാക്കി അതിൻ്റെ നടുഭാഗത്തുള്ള ആ കട്ടിയുള്ള ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. പിന്നെ നമുക്കതിൻ്റെ തൊലിയും ചെത്തി കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പീസിൻ്റെയും തൊലിയും ആ നടുക്കുള്ള കട്ടിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കനം കുറച്ചിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഒത്തിരി കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു കനത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്തുടഞ്ഞ് പോവും. അതുകൊണ്ടാണ് ഇത്തിരി കട്ടിക്ക് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പീസുകളും ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്നും വാർത്ത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ കടച്ചക്കയും വെള്ളത്തിൽ നിന്ന് വാർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് നമുക്ക് ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. 3 പച്ചമുളക് നടുകി കീറിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വെളുത്തുള്ളി. ഇനി അതിലോട്ട് ഉപ്പ്, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി കൈ വെച്ചൊന്ന് കൂട്ടി തിരുമ്മിയെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് നമ്മുടെ ആ ഒരു കടച്ചക്കയുടെ പീസുകളിലൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കടച്ചക്കയുടെ ഒപ്പത്തിന് നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതിനും കൂടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം കൂടി കഴിഞ്ഞാലും അത് നന്നായിട്ട് വെന്തുടഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ വെന്തുടയാതിരിക്കാനാണ് നമ്മൾ അതിൻ്റെ ഒപ്പത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു വിസിൽ വന്നു. ഇനി അതിൻ്റെ പ്രഷർ പോകണം കേട്ടോ. പ്രഷർ മുഴുവനായും പോയതിന് ശേഷം വേണം നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ കടച്ചക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി ചാറൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വറ്റിയിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ടേ ചാറുള്ളൂ. കടച്ചക്കയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലോട്ട് 1/4 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ നാളികേരവും അതുപോലെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. നല്ലതുപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നാളികേരം വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ട് നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഉരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് നല്ല ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ നാളികേരം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ ആ പാനും അതുപോലെ നാളികേരമൊക്കെ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് പൊടികൾ മൂത്ത് വരെ വേണ്ടു. കാരണം നമ്മൾ തീ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചൂടിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് പൊടികൾ മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം മസാലയെല്ലാം ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം.
അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സവാള നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടച്ചക്ക വേവിച്ച് വെച്ചതിൽ ചാറൊന്നും അധികം ഇല്ല, വെള്ളം കണ്ടോ, വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ആ കുക്കറിലോട്ട്, നമ്മൾ ആ വേവിച്ചിട്ടുള്ള കുക്കറിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്ത് ആ വെള്ളം നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുക്കറിലുള്ള മസാലയൊക്കെ ആ വെള്ളത്തിനോടൊപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും കടച്ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് പിന്നീട് ആവശ്യത്തിന് വെള്ളം കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ 1 കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നാളികേരം വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നാളികേരത്തിൻ്റെ അരപ്പ് നമുക്ക് കറിയിലോട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കറി നല്ലതുപോലെ കട്ടിയായി വരും. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഒത്തിരി കട്ടിയായി കഴിഞ്ഞാലും നമ്മുടെ കറി അത്രയും കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം കറി എന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മസാല ചേർത്ത് കൊടുത്തിട്ട് നാളികേരം വറുത്തരച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കട്ടി കൂടുതലായി തോന്നിയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്തതല്ലേ, അതുപോലെ നാളികേരം വറുത്തതും ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നു. ഇനി നമുക്ക് ആ കറി ഒന്ന് താളിച്ചെടുക്കുന്നതിനായിട്ട് മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 5 ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ള ചുവന്നുള്ളിയും കറിവേപ്പിലയും അതുപോലെ ആ വെളിച്ചെണ്ണയും നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കറി താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്